പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കും എന്നുള്ള ചോദ്യത്തിന് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഉത്തരങ്ങളുണ്ട് അല്ലേ. പക്ഷേ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാവരുടെയും മൈൻഡിലുള്ള ഒരൊറ്റ ഉത്തരം ഇനി ഡിഗ്രിക്ക് പോകുക എന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഞാൻ ചിന്തിച്ചത് എനിക്ക് പോകാൻ ഇഷ്ടം ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് മംഗലാപുരത്തൊരു കോളേജായിരുന്നു കേട്ടോ. അവർ സ്കൂളിലൊക്കെ വന്നിട്ട് അങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടിയത്. പക്ഷേ വീട്ടിലൊട്ടും താല്പര്യമില്ലായിരുന്നു അത്രയും അകലേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ കേരളത്തിലെ കോളേജുകൾ തപ്പി. കേരളത്തിൽ നമുക്കൊന്നുമേ കിട്ടിയില്ല. അന്ന് ഗൂഗിളും ഈ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിക്കായിരുന്നു. അന്നില്ലാതെ പോയല്ലോ. എങ്കിലും ഞാൻ ചെറുതായിട്ടൊക്കെ തയ്ക്കുമായിരുന്നു കേട്ടോ. ചെറുതായിട്ടെന്ന് വെച്ചാൽ വീട്ടിലന്ന് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ ചുരിദാറൊക്കെ അഴിച്ചും വെട്ടിയും ഒക്കെ ആയിട്ട് നമ്മളന്ന് തയ്ക്കുമായിരുന്നു. ഇന്നതാ ഞാൻ ഈ തയ്ക്കുന്ന മെഷീനില്ലേ, ഇതിന് 35 വർഷം അടുത്ത് പഴക്കമുണ്ട് കേട്ടോ. ഉഷയുടെ മെഷീനാണ്. എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ പ്രായമുണ്ട് എൻ്റെ ഈ മെഷീന്. ഇന്ന് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ വെട്ടലും ഒക്കെ മനസ്സിലാക്കി ഇന്ന് നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ അളവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ എൻ്റെ ഈ തയ്യലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ളതിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. കാരണം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടില്ല. ഇതിന് ഞാൻ ഓൾറെഡി എടുത്തത് നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ് ആയിരുന്നു. അതും ഈ തുണിയും കൂടെ ആയിട്ട് എനിക്ക് ഒട്ടും പിടിച്ചാൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.